ഇവിടെ ഇന്നലെ നടന്ന എലക്ഷന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ നിൽക്കുന്നവരിൽ ജയിച്ചവരും ഉണ്ട്, ജയിക്കാത്തവരും ഉണ്ട്. പക്ഷെ അവരെല്ലാം ഒരുമിച്ച് ഒരു യൂണിറ്റ് പോലെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവര് നിൽക്കുന്നത് നമുക്ക് ജയിച്ച ആർട്സ് അല്ലെ ആർട്സിൽ നിന്ന് ജയിച്ച നന്മ ചേച്ചിയോട് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം, ഈ ഒരു സന്തോഷ നിമിഷത്തിൽ എന്ത് തോന്നുന്നു? നിങ്ങളുടെയൊക്കെ വോട്ട് കാരണം തന്നെയാണ് എനിക്കിപ്പോ ജയിക്കാൻ പറ്റിയത്. എനിക്ക് ഇപ്പൊ തോന്നുന്നത് വെച്ചാൽ നിങ്ങളോട് മാത്രം എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ജയം കിട്ടത്തില്ലായിരുന്നു. ഉറപ്പുണ്ടായിരുന്നോ ജയിക്കുമെന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഒത്തിരി എക്സ്പെക്ടേഷൻ കൊടുത്തില്ല. കാരണം ഒത്തിരി എക്സ്പെക്ടേഷൻ കൊടുത്ത് നമുക്ക് എന്തായാലും സങ്കടം വരും. അതുകൊണ്ട് ഞാൻ ജയിച്ചാലും തൊട്ട് എന്ത് വലുതെടുത്ത് വെച്ച് കാണാന്നുള്ള രീതിയിലാണ് നിന്നത്. എന്ത് പറയുന്നു? എന്തുവാണ്, ഞാനും ആർട്സിന് തന്നെയായിരുന്നു നിന്നത്. എന്റെ എതിരാളിയായിട്ടായിരുന്നു നന്മ വന്നത്. എനിക്ക് ഒരിക്കലും ജയിക്കണം പ്രതീക്ഷ ഇല്ലായിരുന്നു. ജയിച്ചാൽ തന്നെ ഞാൻ ജയിക്കണ്ട, എനിക്ക് നന്മ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ പ്രസംഗത്തിനോടൊന്നും എനിക്ക് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. എന്നാലും മനസ്സിന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഹാപ്പിയാണ്. ഈഗോ ഒന്നും ഇല്ലല്ലോ അങ്ങോട്ട്. ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇവരിവിടെ നിൽക്കുന്നവര്. നമുക്ക് ചേച്ചിയോട് ചോദിക്കാം, ചേച്ചി എന്ത് തോന്നുന്നു? ഇവര് നന്മ ചേച്ചി ജയിച്ചതില് എന്ത് അഭിമാനം ഉണ്ടോ? പിന്നില്ലാതെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ നന്മ ജയിച്ചാ പിന്നെ എനിക്ക് അഭിമാനമല്ല, വേറെ ആർക്കാ അഭിമാനം ഉള്ളത്? വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഈ നല്ല നല്ല ഐഡിയ ചെയ്യാൻ നന്മയെ കൊണ്ട് പറ്റും എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഇല്ലാതെ നന്മയെ കൊണ്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് നന്മ ജയിക്കുമെന്നുള്ളായിരുന്നു. നന്മ എന്താ ഈ സ്കൂളിന് വേണ്ടി നല്ല കാര്യങ്ങൾ നമ്മള് ഇനിയും ചോദിക്കുന്നത് നമ്മുടെ ജയിച്ച സ്പോർട്സിന്റെ ലീഡറിനോടാണ്. അപ്പം ഏഞ്ചലേച്ചി, ഈ സന്തോഷ നിമിഷത്തിൽ ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയായിട്ട് തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ഈ സ്പോർട്സ് എല്ലാം അടിപൊളിയാക്കി എടുക്കും. 2026-27 സ്പോർട്സ് നമുക്ക് അടിപൊളിയാക്കി തീർക്കാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. താങ്ക് യു. ചേച്ചി ജയിച്ചതിൽ എല്ലാവർക്കും സന്തോഷമല്ലേ? വേറെ എന്ത് അഭിപ്രായമാണ് തോന്നുന്നത്? ചേച്ചിയെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പറയാനുണ്ടോ? സ്പോർട്സിന് ബീറ്റ് നടക്കുന്നു. എന്ത് അഭിപ്രായമാണ് ഏഞ്ചലേച്ചി ജയിച്ചതിൽ തോന്നുന്നത്? നല്ല അഭിപ്രായം. എന്റെ വോട്ട് വെറുതെ ആയില്ല, ചെയ്തത് വിജയിച്ചു. എന്റെ വോട്ട് എനിക്ക് പോയി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഇപ്പം ക്ലാസ് ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ ഏഞ്ചലേച്ചിക്ക് ഉള്ളത്. നല്ല ക്ലാസ് ആട്ടോ. നമ്മുടെ സ്പോർട്സിന്റെ ലീഡറിനോട് നമ്മൾ ഇനി ചോദിക്കാൻ വേണ്ടി പോവാണേ. എന്ത് തോന്നുന്നു? നല്ല സന്തോഷം തോന്നുന്നു. സ്കൂളിന് വേണ്ടി ഏറ്റവും ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇൻഡോർ ഗെയിംസ് കൊണ്ടുവരുന്നത്. PT പീരീഡ് കൊടുക്കത്തില്ല. ഇല്ല, അല്ലത് ടീച്ചർമാർക്ക് കൊടുക്കത്തില്ല. ഫ്രണ്ട്സിനോട് നമ്മൾ ഇനി ചോദിക്കുകയാണ്, എന്ത് തോന്നുന്നു? ജയിച്ച സന്തോഷമുണ്ട്. അവൻ നല്ല ആഗ്രഹിച്ചൊരു പദവിയായിരുന്നു അവൻ സ്പോർട്സിന്റെ ലീഡർ ആവണമെന്ന്. പിന്നെ അവന്റെ ഓരോ ഐഡിയാസ് നല്ലതാന്ന് തോന്നുന്നു. അവൻ ഇവന്റ് പുതിയതായിട്ട് നല്ല കൊണ്ടുവരുമെന്ന് പറഞ്ഞു, മെച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇൻഡോർ ഗെയിംസ് നല്ലൊരു തീരുമാനമാണ്. നമ്മുടെ ആർട്സിന്റെ ലീഡർ ആയിട്ടുള്ള ബോയ്സ് ലീഡർ ആയിട്ടുള്ള നമുക്ക് ആൽവി ചേട്ടനോട് ചോദിച്ചു നോക്കാം. ഈ വോട്ട് ചെയ്ത ഈ നമ്മുടെ വോട്ടേഴ്സിനോട് എന്ത് പറയാനാ തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നു. അവരോട് നന്ദിയാണ് എനിക്കുള്ളത്. അവര് കാരണമാണ് ഞാൻ ഇപ്പൊ ജയിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലോ, എന്ത് തോന്നുന്നു? നല്ല സന്തോഷം. എല്ലാരും എന്റെ പേരൊക്കെ കമന്റ് ചെയ്ത് ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവരോടും നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രീഫെക്ട് ലീഡർ ആയിട്ടുള്ള അലീസ ചേച്ചിയിൽ നമുക്ക് തുടങ്ങാം. ചേച്ചി എന്ത് തോന്നുന്നു ഈ സന്തോഷ നിമിഷത്തിൽ? സ്കൂളില് ആദ്യമായിട്ട് നടന്ന ഇലക്ഷനാണ്. അപ്പൊ ആദ്യമേ തന്നെ ഞാനൊരു സ്കൂൾ പ്രീഫെക്ട് ഗേളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ തിരഞ്ഞെടുത്ത ഇവർ ഓരോരുത്തരോടും എനിക്ക് സ്നേഹവും നന്ദി മാത്രമേ ഉള്ളൂ. അപ്പം ഒരു സ്കൂൾ പ്രീഫെക്ട് ഗേളായിട്ട് ഞാനിപ്പം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്കൂളിന് എല്ലാ ആവശ്യത്തിനും ഒപ്പമായിരുന്ന എല്ലാത്തിനും ഞാൻ കൂടെ കാണുമെന്ന് പറയുന്നു. കാൻഡിഡേറ്റ് ആയിരുന്ന നമുക്ക് റസിയ ചേച്ചിയോട് ചോദിച്ചു നോക്കാം. സെക്കൻഡ് അസിസ്റ്റന്റ് ലീഡർ ആണ്, നമുക്ക് ചേച്ചിയോട് ചോദിച്ചു നോക്കാം. സന്തോഷം തോന്നുന്നു. എന്നെ ഈ അസിസ്റ്റന്റ് പൊസിഷനിലേക്ക് എത്തിച്ച എല്ലാ കൊച്ചു പിള്ളേരോടും സീനിയേഴ്സിനോടും എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതുവരെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നന്ദിയുണ്ട്. താങ്ക് യു. അസിസ്റ്റന്റ് പ്രിഫെക്ട് ലീഡർ ബോയ് ആയിരിക്കുന്ന നമുക്ക് ചേട്ടനോട് ചോദിച്ചു നോക്കാം, എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, ജയിച്ചു, അസിസ്റ്റന്റ് ആയി. പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷിച്ചിരുന്നു. നമ്മുടെ സ്കൂൾ പ്രീഫെക്ട് ബോയ് ആയിരിക്കുന്ന
നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചു വെക്കാം, എന്ത് തോന്നുന്നു ഈ സന്തോഷ നിമിഷത്തിൽ? വളരെ സന്തോഷം തോന്നുന്നു. സ്കൂൾ പ്രീഫെക്റ്റ് തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം തോന്നുന്നു. എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവരെയും, പിന്നെ എന്നെ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്ത എൻ്റെ ക്ലാസ് ടീച്ചറെയും എല്ലാവരോടും നന്ദി പറയുന്നു. സ്കൂളിന് ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തുവാൻ ഞാൻ ശ്രമിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാൻ ഇപ്പോൾ. അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുവാനും ഈ ക്യാമ്പസിനെ ഫുള്ളായിട്ടൊന്ന് മാറ്റുവാനും ഞാൻ പരിശ്രമിക്കും. ഇന്നലെ പറഞ്ഞല്ലോ അച്ഛനാ റോൾ മോഡൽ എന്ന്. അപ്പം ഈ ഈ ജയിച്ചതിൽ അച്ഛന്റെ ഒരു ഇമോഷൻ എന്താ എന്നൊന്നും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ വളരെയധികം സന്തോഷവാനായിരിക്കും. ആദ്യം തന്നെ ഒത്തിരി കൺഗ്രാറ്റ്സ് ചെയ്യും, കെട്ടിപ്പിടിക്കും ഒബ്വിയസ്ലി. പിന്നെ ലൈക്ക് എൻ്റെ ഫാമിലിയോടെല്ലാം പറയും. ഇതായിരിക്കും അപ്പോഴാണ് ഇമോഷൻസ്. താങ്ക് യു.